യുഡിഎഫിന് കണക്കുകൾ നിരത്തി നിയമസഭയിൽ മറുപടി നൽകി മുഖ്യമന്ത്രി. ഒറ്റയ്ക്കുള്ള ശക്തി കൊണ്ട് എന്തോ നേടിയെന്ന ധാരണ കോൺഗ്രസിന് വേണ്ട. ബിജെപിയെ പരാജയപ്പെടുത്താനാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പ്രവർത്തിച്ചത്. സിപിഐഎമ്മിനെ വല്ലാതെ ആക്രമിച്ച് മനസുഖം നേടുകയെന്നത് ശരിയായ നിലപാടല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതേസമയം എൽഡിഎഫിന്റെ ഭരണത്തിൽ പോലീസ് സേനയിൽ സമഗ്രമായ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും കേരളം സുരക്ഷിതവും സമാധാനപൂർവ്വവുമായി ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി മാറിയെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ കൂട്ടിച്ചേർത്തു. വിജിൻ വായാന്തോട് സഭയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ നൽകും. നിയമസഭയിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി പറയുകയാണ്. പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒപ്പം തന്നെ രാഷ്ട്രീയമായി ഉയർന്ന ചർച്ചകളിലും മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ക്രമസമാധാനമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കഴിഞ്ഞ 8 വർഷത്തിന് മുമ്പ് വർഗീയ കലാപങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും മാറ്റി മതേതരത്വം ഉറപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് പോലീസിന് മാറാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ക്രിമിനൽ കേസുകളിലും വലിയ കുറവുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം പുതിയ കാലത്ത് ഉയർന്നു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായി കാര്യക്ഷമമായി ഇടപെടാനും അത് തടയാനും കേരള പോലീസിന് കഴിഞ്ഞുവെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗാർഹിക പീഡനങ്ങളിൽ ഉൾപ്പെടെ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും പോലീസിന് കഴിഞ്ഞു. ഒപ്പം തന്നെ ഒരിക്കലും തെളിയിക്കപ്പെടാൻ കഴിയില്ല എന്ന തീരുമാനിച്ച കേസുകളിൽ പോലും തുമ്പുണ്ടാക്കി ആ കേസുകൾ തെളിയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൽ പോലീസിനെ ഏറ്റവും മികച്ച പോലീസായി ഉയർത്താൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മികച്ച ക്രമസമാധാന പാലനശേഷി, കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുള്ള മികവ്, ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി പൊതുജന സേവനം നടത്താനുള്ള പ്രാപ്തി, മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനുള്ള ആർജവം, ഇവയെല്ലാം ഇന്നത്തെ കേരള പോലീസിൻ്റെ പ്രത്യേകതകളാണ്. നീതി നടപ്പാക്കേണ്ടവർ കുറ്റവാളികളായാൽ അത് സേനയുടെ വിശ്വാസ്യതയാണ് പ്രതികൂലമായി ബാധിക്കുക. ക്രിമിനലുകളെ കേരള പോലീസിൽ വെച്ച് ഉറപ്പിക്കില്ല. ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് ഇടെ ഉയർന്ന രാഷ്ട്രീയപരമായ ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി കൃത്യമായി മറുപടി നൽകി. ഈ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ പരാജയം അത് LDF സമ്മതിക്കുന്നു, അത് തിരുത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷേ അതിൽ അഹങ്കാരം കൊണ്ട് LDFിനെ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രാജ്യത്ത് തന്നെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി BJPയെ നേരിടാനുള്ള ശ്രമമാണ് നടത്തിയത്. പല സംസ്ഥാനങ്ങളിലെയും പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും മാറി മാറി ഒറ്റക്കെട്ടായും അല്ലാതെയും ഉള്ള മത്സരത്തിന് ഇന്ത്യ മുന്നണി അത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത്. എന്തായാലും ഇതിൻ്റെ പേരിൽ കോൺഗ്രസും പ്രതിപക്ഷവും ഈ CPMനെയും അതുപോലെ തന്നെ LDFിനെയും ആക്രമിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മാത്യു കുഴനാടൻ ഉയർത്തിയ ഒരു വാദം എന്ന് പറയുന്നത് സിക്കാർ മണ്ഡലത്തിൽ, രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് നേടിയാണ് CPM വിജയിച്ചത് എന്നായിരുന്നു. പക്ഷേ കണക്കുകൾ നിരത്തി സിക്കാറിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും CPMൻ്റെ ശക്തി, CPM കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ വോട്ടുകളുടെ എണ്ണം, ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നേടിയ വോട്ടിൻ്റെ കണക്കുകൾ ഒക്കെ നിരത്തിയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. രാഹുൽ ഗാന്ധിയെ ഞാനെന്തോ പറഞ്ഞു എന്നാണ്. ഞാനൊന്നും പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു സ്റ്റേച്ചറുണ്ട്. ആ സ്റ്റേച്ചറിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വാഭാവികമായും അതിന് മറുപടി പറയുമല്ലോ. ആ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ചേർന്ന നിലയിലല്ല. അതാണ് പ്രശ്നം. രാഹുൽ ഗാന്ധിയെ താൻ വിമർശിച്ചിട്ടില്ല, രാഹുൽ ഗാന്ധിക്കെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിലെത്തി ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി മാത്രമാണ് താൻ നൽകിയത് എന്ന കാര്യവും പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഓർമ്മിപ്പിച്ചു.